ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ UK വീട് പരിചയപ്പെടുത്താൻ പോവാണ്. ഓക്കെ, ഇത് ഒരു ടെറസ് ഹൗസാണ്. ടെറസ് ഹൗസ് വെച്ചാൽ ടൗൺ ഹൗസുമായുള്ള വീട്. വീടിൻ്റെ എൻട്രൻസ് അപ്പോൾ ഫ്രണ്ട് ഡോറ്. ഇവിടെ എല്ലാ വീടിൻ്റെയും പിന്നെ എന്താ പറയുക, ഔട്ട് സൈഡ് എല്ലാം ഒരേമാതിരി ഉണ്ടാവും. ഈ ഇഷ്ടികയിൽ ചെയ്ത് അത് നമ്മുടെ നാട്ടിലെ മാതിരി പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇതകത്ത് കയറി ഉള്ള എൻട്രൻസ്, പിന്നെ എൻട്രൻസിൽ മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു പിന്നെ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ലിവിങ് എന്ന് പറയാം. ഓക്കെ, ലിവിങ്. ഇതിൽ 3 സീറ്റർ സോഫ, പിന്നെ 2 സീറ്റർ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലോറിൽ നമ്മളെ ലാമിനേഷനാണ്. ഈ ലിവിങ് റൂമിൽ മാത്രം ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള റൂമുകളും കാർപ്പറ്റാണ്. ഇതാണ് നമ്മളെ ലിവിങ്. ഇപ്പോൾ 3 സീറ്റർ സോഫ, പിന്നെ 1 സീറ്റർ സോഫ. ഇതൊക്കെയാണ് ലിവിങ് റൂമിലെ പിന്നെ വിശേഷങ്ങൾ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു എൻട്രൻസ് തന്നെ ഗസ്റ്റ് ടോയ്ലറ്റ്. ഇത് ഗസ്റ്റ് ടോയ്ലറ്റ്. ഓക്കെ, ഇതിൽ ഷവറൊന്നുമില്ല, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് മാത്രമല്ല. ഓക്കെ, ഗസ്റ്റ് ടോയ്ലറ്റ്. പിന്നെ ടോയ്ലറ്റ് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ കിച്ചൺ. ഇതാണ് മെയിൻ കിച്ചൺ. ഇതിന് ഒരു കിച്ചണേ ഉള്ളൂ. അപ്പോൾ ഇതൊരു നമ്മളെ ഇവിടെയൊക്കെ പറയുന്ന ഫ്രഞ്ച് സ്റ്റൈൽ കിച്ചണാണ്. ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള, വെളിയിലോട്ട് ഓപ്പൺ ആയിട്ടുള്ള വിൻഡോ അല്ല, നമ്മുടെ സ്ലൈഡിങ് ഡോറുള്ള കിച്ചണാണ്. ഇത് 4x4 സൈസ്, 4 മീറ്റർ × 4 മീറ്റർ. അപ്പോൾ നമ്മുടെ ഡൈനിങ് അവിടെ തന്നെയാണ്, കിച്ചൺ തന്നെ. വലിയ കിച്ചണായതുകൊണ്ട് നമുക്ക് പ്രത്യേക ഡൈനിങ് ഒന്നുമില്ല. പിന്നെ ഡൈനിങ്, പിന്നെ പുറത്ത് ചെറിയൊരു ഷെഡ് മോഡൽ. ഇവിടെ ഒരു 8 സീറ്റർ ടേബിള്. 8 സീറ്റർ അല്ല, 12 സീറ്ററാണ് ആവശ്യം. പിന്നെ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് 12 സീറ്റർ ആക്കാൻ പറ്റും. അത് വലിയ ടേബിളാണ്. പിന്നെ കിച്ചണിൽ അത്യാവശ്യം കൊണ്ട് എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്ലയൻസൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ചെറിയൊരു ഷെഡ്, പുറത്തൊരു ചെറിയ ഷെഡൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക, വലിയ ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകാൻ പിടിക്കാനുള്ള സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ചെറിയ ഗാർഡൻ, ചെറിയ മനസ്സിലായില്ലേ, നമ്മുടെ കാണുന്ന ചെറിയൊരു ഷെഡാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷെഡ് അത്. പിന്നെ മുറ്റത്തൊരു ആപ്പിൾ മരമുണ്ട്. ആപ്പിൾ മരം 10 വർഷമായി ഞാൻ തന്നെ വെച്ച് വളർത്തിയ ആപ്പിൾ മരമാണ്. ഇപ്പോൾ അതിൽ നിന്ന് എല്ലാ കൊല്ലവും ആപ്പിൾ കിട്ടാറുണ്ട്, ഗ്രീൻ ആപ്പിൾ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതാണ് വീടിൻ്റെ പിന്നെ ബാക്ക് ഭാഗത്തുള്ള കാഴ്ചകൾ. അപ്പോൾ ഇത് ബാക്ക് ഭാഗം കിച്ചണായി. ഇത് രണ്ട് ഫ്ലോറാണ്, രണ്ടല്ല, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ 3 ലെവലായിട്ടുള്ളത് വീട്. താഴത്ത് ലിവിങ് റൂമും കിച്ചണും ടോയ്ലറ്റും, പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു വലിയ ലിവിങ് റൂമാണുള്ളത്. ഇപ്പം ഫ്ലോറിൽ സ്റ്റെപ്പ് ഇതൊക്കെ കംപ്ലീറ്റ് കാർപ്പറ്റ് ഇട്ടിരിക്കുന്നുണ്ടാവും. ഗ്രേ കളർ കാർപ്പറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഏകദേശം 10 വർഷമായി. ഇത് ഏജൻസി കെയർ ഓഫിൽ വാങ്ങിച്ച വീടാണ്. നമ്മുടെ മോർഗേജിൽ വാങ്ങിച്ച വീടാണ്. ഇവിടെ വാങ്ങിക്കുമ്പോൾ വീടിൻ്റെ ഒരു 5%, ടോട്ടൽ എമൗണ്ടിൻ്റെ 5%
ഡെപ്പോസിറ്റ് പേ ചെയ്തു. ബാക്കി നമ്മൾ എല്ലാ മാസവും പിന്നെ മോർഗേജായിട്ട് പേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ചെറിയൊരു എന്താണ് പറയുക, ലിവിങ് റൂം, ഇത് മാസ്റ്റർ ലിവിങ് റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ടി വി ഒക്കെ ഉള്ള ഒരു വലിയ റൂമായത്. ഓക്കെ, ഇതൊരു പിന്നെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂമാണ്. 2 റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പിന്നെ ഒരു കോമൺ ബാത്റൂം വേറെ. പിന്നെ താഴെ കാണിച്ച ഒരു ചെറിയ ഗസ്റ്റ് ടോയ്ലറ്റ് വേറെ ഉണ്ട്. ഇടയ്ക്ക് UK-യിൽ 4 ടോയ്ലറ്റുള്ള വീട് കിട്ടാൻ വളരെ കുറവാണ്. എല്ലാ വീട്ടിലും ചിലപ്പോൾ ഒരു ടോയ്ലറ്റോ മാക്സിമം 2 ടോയ്ലറ്റോ ഉണ്ടാകത്തുള്ളൂ. ഇത് ന്യൂ ബിൽഡ് ഹൗസാണ്. അപ്പോൾ അതിലങ്ങനെ ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് 4 ബാത്റൂമുള്ള ഫെസിലിറ്റീസ് ഉള്ള വീടായത്. ഓക്കെ, ഇപ്പം നമ്മൾ പിന്നെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. സെക്കൻഡ് ഫ്ലോറിൽ പിന്നെ ഒരു കോമൺ ഷവറും അതുമാതിരി ഇടയ്ക്ക് പറഞ്ഞാൽ 2 ചെറിയ റൂമുണ്ടായിരുന്നു, 2 ബോക്സ് റൂം ഞങ്ങൾ ഒഴിവാക്കി ഒരു വലിയ റൂമാക്കി. പിന്നെ ഇതൊരു മാസ്റ്റർ ബെഡ്റൂം, എൻസ്യൂട്ട് ബാത്റൂമുള്ള മാസ്റ്റർ ബെഡ്റൂമായത്, വലിയ ബെഡ്റൂം. ഇത് നല്ല സൈസുള്ള റൂമാണ്. 4x4 സൈസുള്ള ഒരു പിന്നെ ബെഡ്റൂമായത്. അത്യാവശ്യം പിന്നെ കബോർഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നു, ഇൻബിൽഡായിട്ട്. ഞങ്ങളൊന്നും ചെയ്തതല്ല, അതൊക്കെ അവിടെ വാങ്ങിക്കുമ്പോൾ അതിന് ഇൻബിൽഡായിട്ടുണ്ടായിരുന്നു. നമ്മളെ കോമൺ ബാത്റൂം, പിന്നെ ഷവർ, ടോയ്ലറ്റ്, ഹാൻഡ് വാഷ്, ഹാൻഡ് സിങ്കൊക്കെ ഉള്ള ഒരു കോമൺ വലിയ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ടോയ്ലറ്റായത്. ഇതാണ് നമ്മളെ താഴെന്ന് മേലെ നോക്കിയുള്ള വ്യൂ, താഴത്തൊക്കെ കാണാനുള്ള ഇത് വേറെ റൂം. ഞങ്ങൾ 2 റൂമുണ്ടായിരുന്ന റൂമാക്കിയ റൂമായത്. നടുക്കൊരു സ്റ്റഡ് വാളുണ്ടായിരുന്നു, ആ വാള് ഞങ്ങൾ ഒഴിവാക്കി ഒറ്റ റൂമാക്കി, വലിയ റൂമാക്കി. ഓക്കെ, 2 ബെഡ് ഇട്ടിട്ട്. ഓക്കെ, താങ്ക് യു, ഇത്രയേ ഉള്ളൂ. ഓക്കെ.